5 കാര്യങ്ങൾ നിങ്ങൾ മുതലെടുക്കണം. പ്രവാചകൻ അതിൽ ഒന്നാമത് എണ്ണി പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക്, നിങ്ങളിലേക്ക് വാർദ്ധക്യം കടന്നു വരും, അത് ദുർബലതയുടെ സമയമാണ്. അതിനു മുമ്പ് നിങ്ങളുടെ കർമ്മശേഷി നിലകൊള്ളുന്ന ശക്തിയുള്ള സമയം, ആ യുവത്വത്തെ നിങ്ങൾ മുതലെടുക്കണം. സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന നിലക്ക് എങ്ങനെയാണ് നമ്മുടെ യുവത്വത്തെ നാം മുതലെടുക്കേണ്ടത്? യുവത്വം ആ സമയത്ത് നാം ചെയ്യാവുന്ന നന്മകൾ എങ്ങനെ നേടിയെടുക്കാൻ കഴിയും? ഒന്ന്, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ആരാധനകൾ നൽകി, ഇബാദത്തുകൾ നൽകി ജീവിക്കുന്ന ഒരു യുവാവ്, പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ പ്രവാചകൻ എണ്ണി പറഞ്ഞതൊരു യുവാവിനെയാണ്. അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ഒരു യുവാവ്, അവന് നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ്. മാത്രമല്ല, യുവാക്കളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിളിച്ചുകൊണ്ട് ചില നസീഹത്ത് കൊടുത്തിട്ടുണ്ട്. യാ മഅ്ശറ ശബാബ്, യാ മഅ്ശറ ശബാബ് എന്ന് പ്രവാചകൻ വിളിക്കുമായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണത്തിന്റെ കീഴിലുള്ള യുവാക്കളെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം തന്റെ അടുക്കലേക്ക് എത്തിയാൽ അത് ആദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത് യുവജനതയെയാണ്. കാരണം കർമ്മശേഷിയുള്ളവർ അവരാണ്, ദുർബലതയില്ലാത്തൊരു പ്രായമാണത്, എന്തിനും ഏതിനും തയ്യാറാകുന്ന ഒരു സമയം. സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയണം. എന്നാൽ നോക്കൂ, ഇന്നത്തെ ഒരു പുതുതലമുറ എങ്ങനെയാണ്? ഏറ്റവും വൃത്തികെട്ട ഒരു സമൂഹത്തിൽ, അത് ഏറ്റവും വൃത്തികെട്ട ഒരു സമൂഹമായി ഇന്ന് യുവജനത മാറിക്കഴിഞ്ഞു. യുവത്വത്തെ നോക്കിയാൽ അവരൊന്നെങ്കിൽ മയക്കുമരുന്നിന് അടിമയാണ്, അതല്ലെങ്കിൽ സെക്സ് റാക്കറ്റിന്റെ കൂട്ടത്തിൽ ഉണ്ടാകും, അതല്ലെങ്കിൽ ഏതെങ്കിലും കൊലപാതക റാക്കറ്റുകളുടെ കൂട്ടത്തിൽ ആ ടീമിൽ അവരുണ്ടാകും. എങ്ങനെ നോക്കിയാലും ഏത് തിന്മകളുടെയും ആളുകളായി യുവജനത മാറിക്കഴിഞ്ഞു. അവിടെ വളരെ തുച്ഛമാണ് നന്മയുടെ വക്താക്കളായി യുവാക്കളെ നമുക്ക് കാണാൻ കഴിയുക. പള്ളിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ സുബ്ഹിന്റെ ജമാഅത്തിന് എത്ര യുവാക്കളുണ്ട്? ആലോചിക്കണം നമ്മൾ. ഏതെങ്കിലും ഒരു നന്മ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതിലെത്ര യുവാക്കളുണ്ട്? എണ്ണിയാൽ തുച്ഛമായി വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണം. ഇന്നത്തെ യുവാക്കൾക്ക് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് ഒരു കുറച്ചിലാണ്, അത് ചിലർക്ക് പ്രയാസമാണ്. അതേ, അള്ളാഹുവിന്റെ ദീൻ അനുശാസിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കണമെന്നൊരു യുവാവിനോട് പറഞ്ഞാൽ അത് കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നവൻ പറയും, ആധുനികതയ്ക്ക് യോജിച്ചതല്ല എന്നവൻ പറയും. ഇങ്ങനെ മതത്തെ പ്രയാസകരമായ ഒരു രൂപത്തിലാണ് അവൻ മതത്തെ നോക്കിക്കാണുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മതത്തെ പറ്റി പറഞ്ഞത് എന്താണ്? അവന്റെ ദീനിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ഏറ്റവും എളുപ്പമുള്ളതാണ് അള്ളാഹുവിന്റെ മതം. അള്ളാഹു ഒരിക്കലും നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പശ്ചാത്താപം നൽകാൻ ഉദ്ദേശിക്കുന്നു. വയുരീദുൽ ലദീന യത്തബിഊന ശഹവാത്ത് അൻ തമീലു മൈലൻ അദീമ, നിങ്ങളാകട്ടെ അള്ളാഹുവിന്റെ ആ തൗബയിൽ നിന്ന് മാറി ശഹവത്തുകളെ, ദേഹേച്ഛകളെ പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുന്നു. അധികം ആളുകളും അതിലേക്ക് അങ്ങേയറ്റം ചാഞ്ഞുപോയിരിക്കുന്നു. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ചു തരാൻ ഉദ്ദേശിക്കുമ്പോൾ ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ നോക്കിയിട്ട് പറയാണ് അത് ഭാരമാണ്, അത് കാലഘട്ടത്തിന് യോജിച്ചതല്ല, അത് നമുക്ക് പറ്റിയ പണിയല്ല, അതൊക്കെ പ്രായം ചെന്ന ആളുകൾക്കാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട യുവാക്കളെ, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു യുവാവായി മാറാൻ കഴിയുക. അള്ളാഹ് ഇഷ്ടപ്പെട്ട ആ യുവത്വത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ